ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ മന്തിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പി ഏതെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു കുഞ്ഞു കൈയും കാലും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ റൈസിൻ്റെ മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കനും അത്ര തന്നെ മതിയാവും. ഇനി കുക്കറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മുഴുവനെയുള്ള കുരുമുളക്, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുഴുവനെയുള്ള മല്ലി കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ എല്ലാം മതി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തു, 2 മാഗി ക്യൂബ് അതെന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരെണ്ണം എന്തായാലും ചേർത്ത് കൊടുത്തുണ്ടെങ്കിൽ. പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ബൗളെല്ലാം ഓയിൽ ചേർത്ത് കൊടുക്കുക, പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ എൻ്റെ ചെറിയ പീസാണ്, നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസ്, ബിരിയാണി പീസെങ്കിലും ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചോ. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ്, ഇതിലേതെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ. 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ റൈസ്. പിന്നെ ചിക്കൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്മോക്കും കൂടെ കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലേ, എയറെല്ലാം കംപ്ലീറ്റ് പോയിക്കോട്ടെ. പച്ചമുളക് കുത്തി വെക്കാൻ മറക്കണ്ട കേട്ടോ, ഞാൻ മറന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതാ നമ്മളെ റൈസെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. റൈസും ചിക്കനൊക്കെ ഒരുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മന്തിയിൽ നിന്നും ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഇതിന് വരുത്തിയിട്ടുള്ളൂ, പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാട്ടോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തവർ ഒന്ന് ഇതിൽ വന്നിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയട്ടോ. പിന്നെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറന്നു പോലെ. അടിപൊളി ടേസ്റ്റാണ്. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടെ കണ്ടിട്ട് നമ്മൾ റെസിപ്പി ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കിയിട്ട് പറയണേ.